WCC അല്ല WCU വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ രണ്ടാമത്തെ പടം ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഈ പടം മിന്നൽ മുരളിയുടെ ഒരു റെഫറൻസും ഒരിടത്തും ഇല്ലായിരുന്നു. പക്ഷേ പടം കാണാനുള്ള ഇപ്പോൾ നാട്ടുകാരുടെ സ്വഭാവമാണെങ്കിലും ആ ഒരു ടൊണാലിറ്റി ആണെങ്കിലും ഇതുപോലത്തെ ഒരു സാങ്കല്പിക ഏരിയ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലാണെങ്കിലും ഒരു സിമിലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ സിനിമ വന്നപ്പോഴേക്കും ഇത് സൂപ്പർ ഹീറോ മറ്റത് ഭയങ്കരമാണ് അതൊക്കെയാണെന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ധ്യാൻ ശ്രീനിവാസൻ്റെ തിരിച്ചുവരവ്, ധ്യാൻ ശ്രീനിവാസൻ സെലക്റ്റീവായി ബാക്കിയുള്ള പടങ്ങളെ അപേക്ഷിച്ച് ഭയങ്കര പ്രതീക്ഷയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. തിയേറ്ററിൽ നിറച്ച ആളായിരുന്നു കേട്ടോ, ഹൗസ്ഫുള്ളായിരുന്നു. ഞാൻ കണ്ട അത്രയും ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു തിയേറ്ററിലൊന്നുമല്ല, പക്ഷേ ഹൗസ്ഫുള്ളായിരുന്നു. കാരണം ധ്യാനിനെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ ചെറുക്കൻ ഈ പടത്തിൽ ഇപ്പോഴും ഇതിൽ ധ്യാൻ്റെ തുടക്കത്തിൽ ഫോട്ടോ കാണിക്കുമ്പോൾ തന്നെ ഒരു പടക്കത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അവർ തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം സ്വയം ഇങ്ങനെ ഒരു ആല് കിളിർത്ത് അതും ഒരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പടത്തിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ ബാക്കിയുള്ള ധ്യാൻ ബോംബുകളെ വെച്ച് നോക്കുമ്പം ഇതൊരു ഓലപ്പടക്കം ആയി എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര സംഭവമൊന്നുമില്ല. ബാക്കി വരുന്ന ആഴ്ചയിൽ ഒരിക്കൽ ഇറങ്ങുന്ന ധ്യാൻ ശ്രീനിവാസൻ്റെ സിനിമകളെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി കൊള്ളാം, കണ്ടിരിക്കാം എന്നുള്ളതാണ് ഈ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത്. ഈ സിനിമയിൽ ഒരു സാങ്കല്പിക ഗ്രാമം, ആ ഗ്രാമത്തിൽ ക്രൈമൊന്നുമില്ല, ആൾക്കാരൊക്കെ നല്ല സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു പോകുന്നു. പോലീസുകാരന്മാരൊക്കെ മണ്ടന്മാരാണ്. അവിടെ അല്ലറ ചില്ലറ ഒരു കള്ളയുണ്ട്, അന്തിക്കുരുടൻ. അവൻ ചെറിയ തേങ്ങാമോഷണം ഇങ്ങനത്തെ കേസ്. പോലീസുകാർക്കൊന്നും വലിയ കാര്യമില്ലാത്തടത്ത് ഒരു വലിയൊരു ക്രൈം നടക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് ക്രൈം നടക്കുകയാണ്. അപ്പം ഇവിടുത്തെ ചെറിയ ചെറിയ കേസുകളൊക്കെ കണ്ടുപിടിച്ച് കൊടുക്കുന്നതാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അപ്പോൾ ഉജ്ജ്വലമായി പോയി, ഈ ഒരു കേസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ അങ്ങോട്ട് എന്തായിരിക്കും, ഇത് ആരാണ് ഈ മർഡറൊക്കെ ചെയ്യുന്നത്, എന്താണ് മോട്ടീഫ്, പിടിക്കാൻ പറ്റുമോ ഇല്ലയോ, ഇതൊക്കെയാണ് സിനിമയിൽ പറയണത്. അത് ചെറിയൊരു കോമഡിയൊക്കെ ആയിട്ട് ഒക്കെ മുന്നോട്ട് പോവുകയാണ്. റോണി ഡേവിഡ് പോലീസായിട്ടൊന്ന് അടിപൊളിയായിട്ട് നമുക്ക് ചിരിപ്പിച്ചിട്ടുണ്ട് തുടക്കമൊക്കെ. ധ്യാൻ ശ്രീനിവാസൻ്റെതായിട്ട് പ്രത്യേകിച്ച് കോമഡി ഒന്നുമില്ല. ധ്യാൻ ശ്രീനിവാസൻ എല്ലാ പടത്തിലും എങ്ങനെയാണോ വരുന്നത് ആ ഒരു ലേസിനെസ് ഉണ്ടല്ലോ, പുള്ളിയെ കാണുമ്പം തന്നെ ഒരു അലസൻ, ഒരു മടിയൻ വന്ന് നിൽക്കുന്ന ആ ഒരു ക്യാരക്ടറിനെ ഇവിടെ ഡിറ്റക്റ്റീവ് ആക്കി കുറച്ച് ഊർജ്ജസ്വലനായിട്ടുള്ള ഉജ്ജ്വലനാണ് കാണേണ്ടത്. പക്ഷേ ഊർജ്ജം ഒന്നുമില്ല. ആകെപ്പാടെ ഊർജ്ജം ഉണ്ടായിരുന്നത് സിജു വിൽസൺ വന്നപ്പോഴാണ്. ഒരു ഫൈറ്റ് സീനൊക്കെ പുള്ളിക്കുണ്ടായിരുന്നു, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിജു വിൽസനും ഇവനും തമ്മിൽ ഒരാൾ പോലീസാണ്, ഇയാൾ മറ്റേ പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ നല്ല രസമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മറ്റേ യൂട്യൂബേഴ്സായിട്ടുള്ളവന്മാരൊക്കെ ഇതിനകത്തുണ്ട്. അതിൽ അമീൻ എന്തിനാണോ എന്തോ ഇൻ്റർവ്യൂവിനൊക്കെ ഭയങ്കരമായിട്ട് തഗ്ഗൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ സിനിമയിൽ ഉണ്ട്, വലിയ കോമഡി ഒന്നുമില്ല. പക്ഷെ മറ്റവൻ അവൻ ഇത്തിരി പരിപാടി ഉണ്ടായിരുന്നു. നിഹാൽ നിസാമിന് അവനെ കാണുമ്പോൾ ഒരു രസമുണ്ടായിരുന്നു. അവൻ്റെ ഒരു എക്സ്പ്രഷൻ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ളൊരു കള്ളൻ ക്യാരക്ടറായത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ടിടത്ത് പുള്ളിക്കാരെ ചിരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിൽ കുറേ ഇടത്ത് കുറേ തഗ്, അതുപോലെ കോട്ടയം നസീറിൻ്റെ കുറച്ച് കോമഡി, അതുപോലെ ഈ റോണി ഡേവിഡിൻ്റെ കോമഡി, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു സൈഡിൽ കൂടി അങ്ങനെ പടത്തിന് അങ്ങ് താഴെ പോകാതെ കൊണ്ട് അങ്ങ് പോയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ എൻഗേജിങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സീമയാണ് അമ്മയായിട്ട് വന്നിരിക്കുന്നത്. വലിയ കാര്യമൊന്നുമില്ലാത്തൊരു ക്യാരക്ടറാണ്. പിന്നെ നിബ്രാസ് നൗഷാദ്, ഷാഹുബാസ്, അവന്മാരൊക്കെ ഉണ്ട്. അവന്മാരൊക്കെ ചുമ്മാ സൈഡിൽ നിൽക്കുകയാണ്, വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. കലാഭവൻ നവാസ് പുള്ളിക്കാരൻ കാണിച്ചപ്പോൾ സൂക്ഷ്മമായിട്ട് നോക്കി, ഇത് കലാഭവൻ നവാസാണോ എന്നുള്ളത് ഒട്ടും അറിയാൻ പറ്റില്ല. ഒരു ചപ്പറ മീശയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഗെറ്റപ്പൊക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. നിർമ്മൽ പാലാഴി ഒരു പ്രധാന റോള് ചെയ്തിട്ടുണ്ട് ഇതിൽ. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, എൻ്റെ പാട്ടും മ്യൂസിക്കൊക്കെ സിനിമയോട് ചേർന്ന് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു സൈക്കോ കില്ലർ വരുന്നുണ്ട്, ഒരു സീരിയൽ കില്ലർ. അവനെ കാണിക്കുമ്പോൾ വന്നിക്കുമ്പോൾ നമുക്ക് ഒരു പേടി തോന്നും. അവനെ കാണുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ആ സീൻ. അവൻ വന്നിക്കുമ്പോൾ തന്നെ തീരുവാനായി എന്നുള്ളൊരു പേടി നമുക്കും വരും. അതൊക്കെ ബ്രില്യൻ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്. അങ്ങനെ സെക്കൻഡ് ഹാഫ് പോയി. പിന്നെ വില്ലന് ഒരു ബാക്ക് സ്റ്റോറി, എന്തൊക്കെയോ പരിപാടികൾ. റോണി എൻ്റെ ഇടയ്ക്ക് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ആവുന്നുണ്ട്. റോണി ഡേവിഡ് ഒരു ആ ക്യാരക്ടർ കൺസിസ്റ്റൻസി ഒന്നുമില്ല, അങ്ങനെയൊന്നുമല്ല പുള്ളിയെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് ആ ഇമോഷനൊന്നും നമുക്കതുപോലെ വർക്കൗട്ട് ആയിട്ടില്ല. പുള്ളിക്കാരൻ എന്തോ കാര്യമെന്നുണ്ടെന്നുള്ളേ ഉള്ളൂ. അതുപോലെ വില്ലൻ്റെ ബാക്ക് സ്റ്റോറി ഇവരെന്തൊക്കെയോ ചെയ്ത് പിടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓക്കെ, നമുക്ക് കണ്ടിരിക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ വില്ലൻ്റെ ഈ ബാക്ക് സ്റ്റോറി കൊടുത്തതും പരിപാടികളൊക്കെ എല്ലാം നമുക്ക് അങ്ങോട്ട് പ്രഡിക്റ്റബിൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാ പടത്തിലും കാണും ക്ലീഷേ, എന്തെങ്കിലും ഒരു ക്രൈം ചെയ്യണമെന്ന് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും ബാക്കിയുള്ളവരെ അപേക്ഷിച്ച്, അത് വെച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത്. ചില സിനിമയിൽ 6 വിരളൊക്കെ കാണും ചിലവർക്ക്, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകത ഉണ്ട്. അങ്ങനെയൊക്കെ ഇതുകൊണ്ട് അല്ലേ ക്ലീഷേ, അതൊക്കെ പരിപാടിയൊക്കെ തന്നെ. പക്ഷേ ഇത് കണ്ടിരിക്കാമെന്നുള്ളേ ഉള്ളൂ. അവസാനം എത്തുമ്പോഴേക്കും കുറച്ച് നീളം കൂടിപ്പോയി. പെട്ടെന്ന് ഒതുക്കിയിരുന്നെങ്കിൽ അടുത്ത പരിപാടിയിലേക്ക് പോകാമെന്ന് നമ്മൾ ചിന്തിച്ചു പോയി. ഒരു ടെയിൽ എൻഡ് ഉണ്ടായിരുന്നു.
ടൈലൻഡ് അത്യാവശ്യം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. അടുത്തൊരു സിനിമ വരാൻ പോകുന്നു എന്നുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ പടം തീർന്ന് അവസാനത്തെ എൻഡ് ക്രെഡിറ്റ്സ് ഒക്കെ കാണിച്ചതിന് ക്ഷയിച്ചു പോകൽ ഒരു സാധനം വരാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദ്രനീൽ ഗോപികൃഷ്ണനും രാഹുൽജിയും കൂടി എഴുത്തിൽ ഒക്കെ കുറേ കാര്യമായിട്ടൊക്കെ പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇതിൽ വന്നപ്പോഴേക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര സംഭവമായിട്ട് ഒരു നെക്സ്റ്റ് ലെവൽ ഒരു സാധനം ഉണ്ടാക്കാനുള്ള ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഇപ്പോൾ പല സിനിമകളിലും ഇതുപോലത്തെ സിനിമകളിപ്പം സായി ശ്രീനിവാസ ആത്രേയ അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ പടങ്ങളൊക്കെ വരുമ്പം ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ഇവർ കണ്ടുപിടിക്കണ ഒരു പരിപാടിയുണ്ട്. ഭയങ്കര ബ്രില്യൻ്റായിട്ട് നമ്മൾ നോക്കും, നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ മെയിൻ കാര്യമല്ല ഞാൻ പറയുന്നത്, തുടക്കത്തിലൊക്കെ ഒന്നിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു സീനുകളൊക്കെ കണ്ടുപിടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കാണുമ്പോൾ ഇവൻ്റെ എബിലിറ്റി നല്ല ബുദ്ധിമാനാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ്റെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ കാണിക്കുമ്പോഴേക്കും എന്തുവാ ഇതൊക്കെ ഇങ്ങനെ ഒരു പൂച്ച വന്നിട്ട് സ്വർണ്ണം കണ്ടുപിടിക്കുന്നു, ചാക്കിൻ്റെ ഇടയ്ക്ക് തേങ്ങയുടെ ഇടയ്ക്ക് കിടക്കണേ, എന്തൊരു തേങ്ങയാണ്. അങ്ങനെയൊക്കെ ഒരു ഇത് മൊത്തത്തിൽ പറഞ്ഞാൽ ബാക്കി വരുന്ന ധ്യാൻ ശ്രീനിവാസൻ സിനിമയെ അപേക്ഷിച്ച് ഇത് പുണ്യം ആണെന്ന് പറയാം. എന്നാൽ നമ്മൾ മറ്റേ മിന്നൽ മുരളിയുടെ ഒരു ഇതാണ് യൂണിവേഴ്സാണ് തേങ്ങ എന്നൊക്കെ പറഞ്ഞു പോയി മറ്റേ ഭയങ്കര സംഭവമൊക്കെ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഒരു സാധാരണ ഒരു നോർമൽ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്ലസ് കോമഡി ഒക്കെ ആയിട്ട് പോകുന്ന ഒരു സിനിമ. ഇതാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.